രണ്ടാം അധ്യായത്തിലെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ പഠിച്ചത് ജിംബിൽ ചിത്രം എങ്ങനെ തുറക്കാമെന്നതും ജിംബിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചുമാണ്. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു ചിത്രത്തെ എങ്ങനെ ചെറുതാക്കാം, അതുപോലെ ചിത്രത്തിൻ്റെ അടിയിൽ പേരും ഡേറ്റും എങ്ങനെ വെക്കാം, ചിത്രത്തെ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ള 3 കാര്യങ്ങളാണ് പ്രധാനമായും പഠിക്കുന്നത്. നമുക്ക് നോക്കാം. ചിത്രം എങ്ങനെ ചെറുതാക്കാം. ചിത്രം ചെറുതാക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിലുള്ള ചിത്രത്തിൻ്റെ യഥാർത്ഥ വലിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലുള്ള ചിത്രം 717 ഗുണം 968 ആണ്. അതിനെ 150 ഗുണം 200 പിക്സൽ എന്നാക്കി മാറ്റണം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 25% 150 എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ 25%-ത്തിലേക്ക് ഈ പിക്ചറിനെ മാറ്റുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു. ചിത്രജാലകത്തിൽ ഇമേജ് എന്ന ഭാഗത്ത് സ്കെയിൽ ഇമേജ് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിൻ്റെ സൈസാണ് വലിപ്പമാണ് നമ്മളിവിടെ ക്രമീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇമേജ് എന്ന ഭാഗത്ത് സ്കെയിൽ ഇമേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഈ ജാലകത്തിൽ ഇമേജ് സൈസ് എന്ന സ്ഥലത്ത് ചിത്രത്തിൻ്റെ അളവ് നമ്മൾ മാറ്റണം. ഈ പ്രവർത്തനം ഇനി പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്തു നോക്കാം. സ്കെയിൽ ഇമേജ് ജാലകത്തിൽ ചിത്രത്തിൻ്റെ യൂണിറ്റ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് പിക്സലിന് പകരം പെർസെൻറ്റേജ് ആക്കി മാറ്റുക. പിക്സലായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ തുറന്നു വരുമ്പോൾ ഇമേജ് സൈസ് വിൻഡോയിൽ കാണുന്നത്. അതിനെ നമ്മൾ പെർസെൻറ്റേജ് ആക്കി മാറ്റണം. അതിനുശേഷം വിഡ്ത്ത് കോളത്തിൽ 25, അതായത് നമ്മൾ 4/1 സൈസായിട്ടാണ് നമ്മുടെ ഒറിജിനൽ ഇമേജിനെ റെഡ്യൂസ് ചെയ്യുന്നത്, ചെറുതാക്കുന്നത്. അപ്പോൾ 25% എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഹൈറ്റ് കോളത്തിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. കാരണം അവ ലിങ്ക്ഡ് മോഡിലായിരിക്കും കിടക്കുന്നത്. ലിങ്ക്ഡ് മോഡ് എന്താണെന്നൊക്കെ കാണാം. ചിത്രത്തിൻ്റെ ഉയരത്തിന് അനുപാതമായ രീതിയിൽ വിഡ്ത്ത് കോളത്തിൽ തനിയെ ക്രമീകരിച്ച് വരുന്നു. ഇത് ലിങ്ക്ഡ് മോഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഹൈറ്റിന് ആനുപാതികമായിട്ട് നമുക്ക് വിഡ്ത്ത് ക്രമീകരിച്ച് വരും, അതുപോലെ വിഡ്ത്തിന് ആനുപാതികമായിട്ട് ഹൈറ്റും ക്രമീകരിച്ച് വരും. ഇതാണ് ആ ലിങ്ക്ഡ് മോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ചങ്ങലയുടെ പടമുണ്ടാകും. അതായത് വിഡ്ത്ത് നമ്മൾ 25% എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ 25% ആകും. ഇവിടെയാണ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് മാറ്റി കൊടുക്കേണ്ടത്. പിക്സലായിരിക്കും കിടക്കുന്നത്, അവിടെ നിന്ന് പെർസെൻറ്റേജ് എന്ന് നമ്മൾ മാറ്റി കൊടുക്കണം. ഇനി തൊട്ട് താഴെ കാണിച്ചിരിക്കുന്ന എക്സ് റെസൊല്യൂഷൻ, വൈ റെസൊല്യൂഷൻ എന്നിവ ചിത്രത്തിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നതാണ്. അവിടെ നമുക്ക് ഒരു 100 അല്ലെങ്കിൽ 90 എന്നുള്ള വാല്യൂ നമുക്ക് കൊടുക്കാം. അതനുസരിച്ച് ചിത്രത്തിൻ്റെ വ്യക്തത നമുക്ക് കൂടുതൽ അല്ലെങ്കിൽ കുറവ് ആക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ സ്കെയിൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമേജ് ഈ പറയുന്ന പാരാമീറ്റേഴ്സ്, ഈ പറയുന്ന വാല്യൂവിനനുസരിച്ച് ചെറുതാകുന്നതായിട്ട് നമുക്ക് കാണാം. ഹൈറ്റ് കോളത്തിന് താഴെ എക്സ് വൈ റെസൊല്യൂഷനുകൾ എന്ന് കോളങ്ങൾ ശ്രദ്ധിച്ചല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ് വൈ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ കൊടുക്കാവുന്ന വിലകളാണ് 300, 200, 150, 90. നമ്മൾ 90 ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി സ്കെയിൽ ഇമേജ് ജാലകത്തിൽ സ്കെയിൽ എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതോടുകൂടി ചിത്രത്തിൻ്റെ വലിപ്പം 4/1 കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്ത് ചെയ്യേണ്ടത് ഇമേജ് ക്രോപ്പ് ആണ്. ഇമേജ് ക്രോപ്പ്, ഈ ഓരോ ടേമും നമ്മൾ പഠിച്ചിരിക്കണം. ഇമേജ് ക്രോപ്പ് എന്നത് ചിത്രത്തിൻ്റെ ആവശ്യമുള്ള ഭാഗങ്ങളെ മാത്രം നിർത്തി അനാവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഒരു ഫോട്ടോ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫേസും ഷോൾഡറും മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇമേജ് ക്രോപ്പ് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ പ്രോസസ്സിനെ നമ്മൾ ക്രോപ്പിംഗ് എന്ന് തന്നെയാണ് പറയുന്നത്.
അതോടൊപ്പം തന്നെ നമുക്ക് ഈ 150-200 പിക്സൽ സൈസിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതായത് 150-200 എന്ന് പറയുന്ന ഒരു ബോക്സ് അവിടെ ഡെവലപ്പ് ചെയ്ത് വരും, അവിടെ ഉണ്ടായി വരും. അപ്പോൾ ആ ബോക്സിൽ നമ്മൾ നമ്മുടെ തലയും ഷോൾഡറും വരുന്ന ചെസ്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ടാണ് ഈ 150-200 പിക്സലിലേക്ക് ആ ചിത്രത്തെ മാറ്റിയെടുക്കുന്നത്. ടൂൾ ബോക്സിലെ ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്യണം. ഇതാണ് ക്രോപ്പ് ടൂളിൻ്റെ ഐക്കൺ. ടൂൾ ബോക്സിൽ നിന്നും ഈ ക്രോപ്പ് ടൂളിൻ്റെ ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൂൾ ഓപ്ഷൻ ജാലകം, ഏത് ടൂൾ സെലക്ട് ചെയ്താലും ഇതേപോലെ അതിന് ഒരു ടൂൾ ഓപ്ഷൻ കൊടുക്കാനുള്ള ജാലകം ഉണ്ടാകും. ഇവിടെ നമ്മൾ ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്തപ്പോൾ ക്രോപ്പ് ടൂളിൻ്റെ ഓപ്ഷൻ കൊടുക്കാനുള്ള ജാലകമാണ് ഇവിടെ തുറന്നു വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. ഫിക്സഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ആസ്പെക്റ്റ് റേഷ്യോ ആയിരിക്കും കിടക്കുന്നത്. അതിനെ നമ്മൾ സൈസ് എന്നാക്കി മാറ്റണം. ഫിക്സഡ് എന്ന് പറയുന്ന ഭാഗം ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യണം, ഇവിടെ ചെക്ക് ചെയ്യണം. ഇതേപോലെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കിടക്കുന്നത്, ഇവിടെ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം സൈസ് എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്യണം. ഇവിടെ നിന്ന് സൈസ് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സൈസ് 150x200 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതിയാകും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തിരഞ്ഞെടുത്ത് അതിൻ്റെ അളവായി 150x200 എന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കണം. അപ്പോൾ അതിൽ ക്രോപ്പ് ടൂള് അതിനനുസരിച്ച് ക്രമീകരിച്ച് കഴിഞ്ഞിരിക്കും. ഇനി നമുക്ക് എവിടെയാണ് ക്രോപ്പ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ പിക്ചറിൽ, ഇത്രയും വലിപ്പത്തിലുള്ള ഈ പിക്ചറിൽ ഇവിടെ മാത്രമാണ് നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം ബോക്സ് സ്ക്വയറിൽ ഇങ്ങോട്ട് സെലക്റ്റായി വരും. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ഇപ്പോൾ പെട്ടിട്ടില്ലെങ്കിൽ, ഇപ്പോൾ നമ്മൾ അബദ്ധവശാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് പോയെങ്കിൽ ഇത്രയും ഭാഗത്തായിട്ട് കിടക്കും. നമുക്ക് അതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ മൂവ് ചെയ്യിച്ചിട്ട് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഫോട്ടോ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം എല്ലാം ഒരു മിഡിലിൽ വരുന്ന രീതിയിൽ ഈ ഫോട്ടോ ഫേസിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാം. പക്ഷേ ഇതൊരു 150 പിക്സലും ഇതൊരു 200 പിക്സലായിട്ട് സെറ്റായി കിടക്കും. ഒരു സ്ക്വയർ ബോക്സിലാക്കി നമുക്ക് ക്രോപ്പ് ടൂൾ വെച്ചിരിക്കും. തുടർന്ന് കീബോർഡിലെ എൻ്റർ കീ അമർത്തുക. അപ്പോൾ ഈ പറയുന്ന 150x200 സൈസിലേക്ക് പിക്സൽ മാറിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇത്രയും ചെയ്തു വെച്ച കാര്യങ്ങൾ ജമ്പിൽ നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ എല്ലാ കാര്യങ്ങളും എല്ലാം സേവ് ചെയ്യുന്നത് ഫയൽ സേവ് എന്ന ക്രമത്തിലാണ്. അപ്പോൾ ഫയൽ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് അതിൽ സേവ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പ്രത്യക്ഷപ്പെടുന്ന ജാലകത്തിൽ ഒരു പേര് നൽകുക. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വേറെ ഒന്നും അവിടെ നൽകേണ്ടതില്ല, പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തിട്ട് പിന്നെ ലൊക്കേഷൻ, എവിടെയാണ് സേവ് ലൊക്കേഷൻ വേണ്ടതെങ്കിൽ, ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ഡെസ്ക്ടോപ്പ് തിരഞ്ഞെടുക്കുമല്ലോ. അതൊക്കെ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സേവ് ചെയ്യേണ്ട പ്രോസസ്സൊക്കെ MS ഓപ്പൺ ഓഫീസ് ORG എടുത്തപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ മിക്ക ആപ്ലിക്കേഷനും ഇതുപോലെ തന്നെയാണ് സേവ് ഉണ്ടാവുക. ഫയലിൽ തന്നെ ആയിരിക്കും സേവ് വരിക. അത് ക്ലിക്ക് ചെയ്താൽ സേവ് ഡയലോഗ് ബോക്സ് കിട്ടും. സേവ് ഡയലോഗ് ബോക്സിന് ഒരു പേര് ആ ഫയലിന് ഒരു പേര് കൊടുക്കുക. അവസാനം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫയൽ സേവ് ആകും. ഇനി ആ ഫയൽ സേവ് ആകുന്ന എക്സ്റ്റൻഷനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. .xcf എന്ന ഫയലായിട്ടാണ് അത് സേവ് ചെയ്യുന്നത്. ജിംബിൻ്റെ തനത് ഫയൽ ഫോർമാറ്റാണ് .xcf. ഇത് എല്ലാവരും പഠിച്ചിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ജിംബിൻ്റെ തനത് ഫയൽ ഫോർമാറ്റ് ഏത്? ഉത്തരം .xcf. ഈ XCFനെ കുറിച്ച് ഒരു ചെറിയൊരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. ഇത് എക്സ്പെരിമെൻ്റൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എന്നതിൻ്റെ ഒരു ചുരുക്കപ്പേരാണ്. ഈ ജിംബിൻ്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്പെൻസർ കീബാളും പീറ്റർ മാത്യൂസുമാണ് ജിംബിൻ്റെ ഉപജ്ഞാതാക്കൾ. അപ്പോൾ അവർ പഠിച്ചിരുന്ന കോളേജിലെ ഒരു സംഘടനയാണ് എക്സ്പെരിമെൻ്റൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി എന്നുള്ളത്. അപ്പം കമ്പ്യൂട്ടിങ്ങിൽ താല്പര്യമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്, സംഘടനയാണത്. അപ്പോൾ അവർ ആ സംഘടനയുടെ പേര്, അതിൻ്റെ ഒരു ബഹുമാനാർത്ഥം ആണ് ഇതിന് അവരുടെ
പ്രോഡക്റ്റിനെ ജിംബിൻ്റെ ഒരു പ്രോഡക്റ്റിന് അതിൻ്റെ ഫയൽ എക്സ്റ്റൻഷനായിട്ട് .xcf നൽകിയത്. ഈ 4ാമത്തെ പ്രവർത്തനമാണ് ചിത്രത്തിൻ്റെ പേരും തീയതിയൊക്കെ എഴുതുന്നത്. ചിത്രത്തിൽ നമുക്ക് പേരും തീയതിയൊക്കെ എഴുതണം. PSCയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പേരും ആ ഫോട്ടോ എടുത്ത തീയതിയും നമുക്ക് എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ടെക്സ്റ്റ് ടൂള്. ടെക്സ്റ്റ് ടൂളിൻ്റെ ചിഹ്നം ക്യാപിറ്റൽ ലെറ്റർ എയിലാണ് കാണുന്നത്. ഇങ്ങനെ ഒരു ഐക്കണാണ് ആ ടൂൾ ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അവിടെ നിന്ന് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ടൂൾ ബോക്സിൽ ടെക്സ്റ്റ് ടൂള് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ടൂൾ ഓപ്ഷൻസ്, നേരത്തെ കണ്ടതുപോലെ എല്ലാത്തിനും ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ടെക്സ്റ്റ് ടൂളിൻ്റെ ടൂൾ ഓപ്ഷനാണിത്. നേരത്തെ കണ്ടത് ക്രോപ്പ് ടൂളിൻ്റെ ടൂൾ ഓപ്ഷനാണ്. ഇവിടെ ടെക്സ്റ്റ് ടൂളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ടെക്സ്റ്റ് ടൂളിൻ്റെ ടൂൾ ഓപ്ഷനാണ് നമുക്ക് കാണുന്നത്. ഇവിടെ ആൻറ്റി അലിയാസിംഗ് ഒക്കെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്കിവിടെ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഇവിടെ 15 കൊടുത്തിരിക്കുന്നു. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 20 30 ഒക്കെ ആക്കാം. അതുപോലെ ഫോണ്ട് സ്റ്റൈല് ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം. ടൈംസ് ന്യൂ റോമൻ അങ്ങനെയുള്ള ഫോണ്ടുകളൊക്കെ നമുക്കിവിടെ മാറ്റി കൊടുക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ മാറ്റുക. അതിനുശേഷം ഇത്രയും സെറ്റിങ്സ് ചെയ്തതിന് ശേഷം എവിടെയാണോ ടെക്സ്റ്റ് നമുക്ക് വെക്കേണ്ടത്, എവിടെയാണോ ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബോക്സ് വരും. ആ ബോക്സിൽ നമുക്ക് ടെക്സ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് അതിൻ്റെ സ്ഥാനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ മൂവ് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. ടൂൾ ബോക്സിൽ ഈ ചിഹ്നത്തിലുള്ളതാണ് മൂവ് ടൂള്. ഈ മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ സ്ഥാനം മാറ്റാം. ഈ ടെക്സ്റ്റിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്പം മാറ്റണമെങ്കിലൊക്കെ സാധിക്കും. ഇനി അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഇമേജാണ് കിട്ടുക. പേര്, അതുപോലെ ഫോട്ടോ എടുത്ത തീയതി ഒക്കെ ഇതിൻ്റെ താഴെ നമുക്ക് ഈ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ സാധിക്കും. അടുത്തത് നമ്മൾ സേവ് ചെയ്ത ഫയൽ .xcf ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ .xcf എന്നത് ഒരു വർക്കിംഗ് ഫയലാണ്. അതായത് അത് ജിംബിൻ്റെ മാത്രം ഒരു ഫയലാണ്. ആ ഫയൽ എക്സ്റ്റൻഷനോട് കൂടിയ ഫയലിനെ നമുക്ക് വേറൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. അത് ജിംബിൽ ഓപ്പൺ ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് .xcf നമ്മൾ ആക്കുന്നത്. ഇപ്പം അതിനെ ഒരു ഇതിലേക്ക് മാറ്റുക, അതായത് ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്താൽ തന്നെ അയാൾക്കത് ഓപ്പൺ ആകില്ല. അപ്പം അതിനെ നമുക്ക് എല്ലാ കമ്പ്യൂട്ടറിലും ഓപ്പൺ ആകുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കണം. ആ പ്രോസസ്സിനെ പറയുന്നതാണ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് .jpg എന്ന ഫോർമാറ്റ്, അതുപോലുള്ള ഫോർമാറ്റിലേക്ക് മാറ്റണം. .xcfനെ .jpg പോലുള്ള ഫോർമാറ്റിലേക്ക് മാറ്റണം. ഇതിനെയാണ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൽ ജിംബ് ഉപയോഗിച്ച് ചെയ്ത ഒരു ഇമേജ്, അത് എഡിറ്റ് ചെയ്ത ഒരു ഇമേജിനെ നമ്മൾ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റി അത് ഉപയോഗപ്പെടുത്താനൊക്കെയാണ് നമ്മൾ ഈ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രോഡക്റ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. XCF എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ളൊരു ഫയലാണ്. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം, അത് വീണ്ടും സേവ് ചെയ്ത് വയ്ക്കാം XCF ആയിട്ട്. പക്ഷേ .jpg എന്നുള്ളത് ഫൈനൽ ഔട്ട്പുട്ടാണ്. അപ്പോൾ ആ ഫൈനൽ ഔട്ട്പുട്ടിനെ നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ജിംബിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഫയൽ എന്നുള്ള മെനുവിൽ നിന്നും എക്സ്പോർട്ട് ആസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം തുറന്നു വരുന്ന ജാലകത്തിൽ അതിന് പേര്, ഏതിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പേര് നമ്മൾ കൊടുക്കണം. പേരിന് ശേഷം .jpg എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അക്ഷയ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ഡോട്ട് ചിഹ്നമുണ്ട്. അതിനുശേഷം .jpg എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം. ചിലപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ .png ആയിരിക്കും കിടക്കുന്നത്. .png PSC അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ .jpg കൊടുക്കണം. പിന്നെ അതിൻ്റെ താഴെ എക്സ്പോർട്ട് ബട്ടൺ ഉണ്ടാവും. ആ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വിൻഡോയാണ് ഇത്.
ഇവിടെയും ഒരു എക്സ്പോർട്ട് ബട്ടൺ ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു എക്സ്പോർട്ട് വിൻഡോയിനകത്ത് ഒരു എക്സ്പോർട്ട് ബട്ടൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ എക്സ്പോർട്ട് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വിൻഡോ ഇതാണ്. ഇതിനകത്ത് വീണ്ടും ഒരു എക്സ്പോർട്ട് ബട്ടൺ ഉണ്ട്. അതിനു മുമ്പ് ഈ വിൻഡോയിൽ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം ശ്രദ്ധിക്കുക. ഇതൊരു സ്ലൈഡിങ് ബാറാണ്. നമുക്ക് ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇവിടെ 90 എന്നുള്ള വില അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ക്വാളിറ്റി, ഇമേജ് വ്യക്തത, അതിൻ്റെ വ്യക്തതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റി മാറുന്നതനുസരിച്ച് ഇമേജിൻ്റെ സൈസും മാറും. നിങ്ങൾക്കറിയാമല്ലോ, നല്ല ക്വാളിറ്റിയുള്ള നല്ല വ്യക്തതയുള്ള ഇമേജിന് എപ്പോഴും ഫയൽ സൈസ് കൂടുതലായിരിക്കും. അതൊരു 1 MB വരെയൊക്കെ വരും, 1 MB വരെയൊക്കെ വരാം, അതിൽ കൂടുതലൊക്കെ വരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് PSC നിഷ്കർഷിക്ക് വെച്ചിരിക്കുന്നത് ഒരു 30 KB ആണ് പറഞ്ഞിരിക്കുന്നത്. 30 KB ഫയൽ സൈസിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മളിവിടെ ഫയൽ സൈസ് ഇവിടെ അൺനോൺ ആണ് കൊടുത്തിരിക്കുന്നത്. അത് എനേബിൾ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഫയൽ സൈസ് കാണിച്ചു തരും എത്രയാണ്. അപ്പോൾ നമ്മളിവിടെ സ്ലൈഡ് ബാർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വേണ്ട ഫയൽ സൈസ് എത്രയാണോ അതാക്കി മാറ്റിയിട്ട് നമ്മൾ എക്സ്പോർട്ട്, ഇവിടെയും എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇപ്പം ഇനി JPEG കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് ഫോർമാറ്റുകളെ പറ്റിയൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. JPEG കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ഫോർമാറ്റുകളാണ് .png ഫോർമാറ്റ് നമുക്ക് ഉപയോഗിക്കാം. അതായത് പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്, BMP, ബിറ്റ്മാപ്പ്, JPEG, ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ഗ്രൂപ്പ്, GIF, ഗ്രാഫിക് ഇൻ്റർചേഞ്ച് ഫോർമാറ്റ്, അങ്ങനെ TIF, അങ്ങനെ കുറേ ഫോർമാറ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ഫോർമാറ്റുകളിലെല്ലാം നമുക്ക് ഇതിനെ സേവ് ചെയ്യാം. ഇതിൽ കൂടുതൽ ഫോർമാറ്റുകൾ നമുക്ക് ജിംബിൽ അവൈലബിൾ ആണ്. പക്ഷേ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജ് ഫോർമാറ്റുകളെല്ലാം ഈ തരത്തിലാണ്. അപ്പോൾ നമുക്കിനി പ്രാക്ടിക്കൽ സെഷനിൽ കാണാം. താങ്ക് യു. ഇനി ഇത് കമ്പ്യൂട്ടറിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതിനായി ഈ ഫയലാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നിലവിലെ ഫയൽ സൈസ്, മറ്റ് പാരാമീറ്റേഴ്സുകളെല്ലാം കാണാം. അതിനുവേണ്ടി ഇത് ഒരു പിക്ചർ വ്യൂവറിൽ ഓപ്പൺ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു പിക്ചർ വ്യൂവറിൽ, ഇമേജ് വ്യൂവറിൽ ഇത് ഓപ്പൺ ആയി വന്നിരിക്കുന്നത് കാണാം. ഇതിൻ്റെ നിലവിലെ ഫയലിൻ്റെ വലിപ്പം, നിലവിലെ പിക്ചറിൻ്റെ വലിപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നു. 2400 ഗുണം 5197 പിക്സലാണ് ഇതിൻ്റെ നിലവിലെ ഫയൽ വലിപ്പം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫയൽ സൈസ്, അതായത് ഫയൽ ഭാരം 2 MB ആണ്, 2 മെഗാബൈറ്റ് ആണ് ഇതിൻ്റെ ഫയൽ ഭാരം. ഇതിനെയാണ് നമുക്ക് 150 ഗുണം 200 പിക്സൽ സൈസിലും ചെറുതാക്കേണ്ടത്. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ജിംബ് എന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്കിത് ജിംബിൽ ഓപ്പൺ ചെയ്യാം. അതിനുവേണ്ടി ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജിംബ് ഇമേജ് എഡിറ്റർ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഇമേജ് ജിംബിൽ ഓപ്പണായി വരുന്നതായി കാണാം. ജിംബിൽ വന്ന ശേഷം മാത്രമേ നമുക്ക് എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ ജിംബ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഫയൽ സൈസ്, ഫയലിൻ്റെ വലിപ്പം ക്രമീകരിക്കുക എന്നുള്ളതാണ്. മൊത്തത്തിലുള്ള ഫയലിൻ്റെ വലിപ്പം നമുക്ക് ക്രമീകരിക്കാനായി ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്നും സ്കെയിൽ ഇമേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പാഠപുസ്തകത്തിൽ കണ്ട പോലെ വിഡ്ത്തും ഹൈറ്റും പിക്സലിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം 2400 എന്ന് പറയുന്നതിനെ 150ലേക്ക് കൊണ്ടുവരുമ്പോൾ ഏകദേശം ഒരു 14% നമ്മൾ ആക്കേണ്ടത്. ഈ പിക്ചറിൻ്റെ 14% നമ്മൾ ആക്കണം. അതിനുവേണ്ടി നമ്മൾ PXൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ പെർസെൻറ്റേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ 14 എന്ന് കൊടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ അത് 25 കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 14 മതി. ഇത് എക്സ് ആൻഡ് വൈ റെസൊല്യൂഷൻസ് ആണ്. റെസൊല്യൂഷൻ നമുക്ക് പിക്ചറിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കവിടെ ഒരു 100 പിക്സൽ കൊടുക്കാം. 100 പിക്സൽ പെർ ഇഞ്ച് കൊടുക്കാം. അതിനുശേഷം സ്കെയിൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഇമേജ് വളരെ ചെറുതായിരിക്കുന്നതായിട്ട് കാണാം. ഞാനതിനൊന്ന് സൂം ചെയ്യാണ്.
എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ വലിപ്പം. നമുക്ക് അതിൻ്റെ ഇപ്പോഴത്തെ ഈ പിക്ചറിൻ്റെ മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ വലിപ്പം നമുക്ക് നോക്കാം. അതിനായി ഇമേജ് സ്കെയിൽ ഇമേജിൽ പോവുക. ഇവിടെ പെർസെൻറ്റേജ് മാറ്റി പിക്സലാക്കി നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വലിപ്പം കാണുക. വിഡ്ത്ത് 336 പിക്സലും ഹൈറ്റ് 728 ഹൈറ്റുമാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. റെസൊല്യൂഷൻ 100x100 ആണ്. ഇനി നമുക്ക് അടുത്തായി ചെയ്യേണ്ടത്, നമുക്ക് ഈ എല്ലാ ഭാഗവും വേണ്ട, ഈ പിക്ചർ ഇരിക്കുന്ന ഭാഗം മാത്രം മതി. അതും 150 വീതിയിലും 200 നീളത്തിലുമുള്ള ഒരു പിക്ചറായിട്ടാണ് എടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടൂളാണ് ക്രോപ്പ് ടൂള്. ക്രോപ്പ് ടൂള് ഇപ്പോൾ ടൂൾ ബോക്സ് ഇവിടെ കാണുന്നില്ല. ടൂൾ ബോക്സ് കൊണ്ടുവരാൻ വേണ്ടി വിൻഡോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് റീസെൻറ്റ് ന്യൂ ടൂൾ ബോക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാവും. അതായത് നമ്മുടെ ടൂൾ ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ടൂൾ ബോക്സിനൊന്ന് വലിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിലൊക്കെ ആക്കാം. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൂളാണ് ക്രോപ്പ് ടൂള്. നമ്മൾ ക്രോപ്പ് ടൂൾ തിരയുന്നു. ക്രോപ്പ് ടൂൾ ഇവിടെ കിട്ടി. ഇതാണ്ട ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ക്രോപ്പ് ടൂൾ എന്ന് കാണിച്ചു. അത് സെലക്ട് ചെയ്യുക. ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ ഓപ്ഷൻസ് ഒരു ബോക്സിൽ കാണേണ്ടതാണ്, താഴെ കാണേണ്ടതാണ്. അത് കാണുന്നില്ല. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കാണുന്നില്ലെങ്കിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുക. ഡോക്കബിൾ ഡയലോഗ്സിൽ പോവുക. അതിനുശേഷം ടൂൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ വിൻഡോ നമുക്കിവിടെ ലഭിക്കും. ഇനി ഇതിനകത്ത് വരുത്തേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ഇവിടെ ഫിക്സഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് നമ്മൾ ചെക്ക് ചെയ്യുക. ഫിക്സഡ് ചെക്ക് ചെയ്തു. അതായത് ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അത് ഹാൻഡിൽ ഉപയോഗിച്ച് നമുക്ക് വലിച്ചു നീട്ടാനോ ഒന്നും പറ്റാത്ത രീതിയിലാണ് ഫിക്സഡ്. ഇനി അവിടെ ആസ്പെക്ട് റേഷ്യോ എന്ന് കൊടുത്തിരിക്കുന്നു. അവിടെ 336 നമ്മൾ നേരത്തെ കണ്ട ഇതിൻ്റെ സൈസാണ്, മൊത്തത്തിലുള്ളതിൻ്റെ സൈസാണ് കാണിച്ചേക്കുന്നത്. നമുക്ക് ആസ്പെക്ട് റേഷ്യോ അല്ല വേണ്ടത്. അതിന് പകരം നമുക്ക് സൈസ് സെലക്ട് ചെയ്യാം. സൈസ് ഇവിടെ 100x100 എന്ന് കൊടുത്തിരിക്കുന്നു. നമുക്ക് വേണ്ടത് 150x200 ആണ്. അതിനുശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടെ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും, ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതിയാവും. നമുക്ക് അതിന് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഈ സ്ക്വയർ എന്ന് പറയുന്നത് 150x200 ആണ്. ഇപ്പോൾ നമുക്ക് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. കറക്റ്റായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും വലിപ്പത്തിൽ നമുക്ക് ആ പിക്ചർ കിട്ടിയിരിക്കുന്നതാണ്. ഇനി ഇപ്പോഴത്തെ ഇതിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ ഇമേജ് സ്കെയിൽ ഇമേജിൽ കാണാം. ഇവിടെ പിക്സൽ മാറ്റി പെർസെൻറ്റേജ് മാറ്റി പിക്സൽ കൊടുത്താൽ 150x200 എന്നുള്ള വലിപ്പത്തിലുള്ള ഒരു പിക്ചറായിട്ട് മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ താഴെ ഡേറ്റും ഫോട്ടോ എടുത്ത തീയതിയും പേരും എഴുതി ചേർക്കണം. അതിനുവേണ്ടി ഞാൻ പിക്ചർ ഒന്ന് വലുതാക്കുകയാണ്. പിക്ചർ ഒന്ന് വലുതാക്കി അതിനുശേഷം എഴുത്തുകൾ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഉള്ള ടൂളാണ് ഈ ക്യാപിറ്റൽ ലെറ്റർ എയിൽ കൊടുത്തിരിക്കുന്ന ഈ ടൂള്. കണ്ട, ടെക്സ്റ്റ് ടൂൾ എന്നാണ് അതിന് പറയുന്നത്. അതിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഇത്രയും സ്പേസിൽ നമുക്ക് പേര് ടൈപ്പ് ചെയ്യാം. പേര് തുടങ്ങുകയാണ്. പേര് ടൈപ്പ് ചെയ്തിരിക്കുന്നു. പേര് ടൈപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. അതിനുവേണ്ടി നമുക്ക് ഇതിനെ ഒന്ന് താഴേക്ക് വലിച്ച് വലുതാക്കാം. പേരിപ്പോൾ കാണാം. ഇനി എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈ മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ കറക്റ്റ് പൊസിഷനിലേക്ക് മൂവ് ചെയ്യിക്കാം. അപ്പോൾ ഇവിടേക്ക് മൂവ് ചെയ്യിച്ചു. ഇനി അടുത്തത് വേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഈ വീണ്ടും ഞാൻ ടെക്സ്റ്റ് ടൂൾ അപ്ലൈ ചെയ്തു. അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്തു. ഇനി അവിടെ ഞാൻ ഡേറ്റ് എഴുതുകയാണ്. ഇന്നാണ് ഈ ഡേറ്റ്
14/09/2020. അപ്പോൾ ഇതിന് വലിപ്പം ഇത്തിരി കൂടുതലാണെങ്കിൽ നമുക്ക് വലിപ്പം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നിന്ന് നമുക്ക് വലിപ്പം കുറയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ തുടക്കത്തിലെ തന്നെ ഈ ടെക്സ്റ്റ് ടൂൾ എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻ വിൻഡോയിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോണ്ടും അതുപോലെ സൈസും നമുക്ക് നേരത്തെ തന്നെ ക്രമീകരിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സൈസ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫോണ്ട്, പലതരത്തിലുള്ള ഫോണ്ട്, ടൈംസ് ന്യൂ റോമൻ, പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ഫോണ്ടുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫോട്ടോ PSC വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള പാകത്തിനായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിപ്പോൾ ഈ ഫയൽ നമുക്കൊന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫയൽ എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുക, സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ, നമ്മൾ പഠിച്ച പോലെ .xcf എന്നാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ. ഞാൻ ഇതിൻ്റെ ഫയലിനൊരു പേര് കൊടുക്കുകയാണ്. ഫയലിന് PRV എന്ന് കൊടുത്തു. PRV.xcv എന്നാണ് കിടക്കുന്നത്. അത് നമുക്ക് മാറ്റാൻ കഴിയില്ല. XCV എന്ന് പറഞ്ഞാൽ ജിംബിൻ്റെ തനത് ഫോർമാറ്റാണ്. പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ജിംബിൽ തന്നെ തുറന്നു വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ XCF ഉപയോഗിക്കുന്നത്. അതൊരു വർക്ക് ഇൻ ഫയൽ ഫോർമാറ്റാണ്. നമുക്കതിനെ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യാം. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യാം, സേവ് ചെയ്തു. വേണമെങ്കിൽ അത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. എല്ലാ വിൻഡോയും ഞാൻ ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ XCV ഫയൽ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കാം. PRV.xcv എന്നാണ് കിടക്കുന്നത്. അത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താനെ ജിംബിലാണ് ഓപ്പൺ ആവുക. കാരണം XCV ഫയൽ ആയതുകൊണ്ട് ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് അതിന് എന്ത് എഡിറ്റിങ് വേണമെങ്കിലും നടത്താം. അതിനുശേഷം നമുക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യണം. PSCയിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനെ എക്സ്പോർട്ട് ചെയ്യണം. പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ് JPEG ആണ്. JPG ഫോർമാറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പിക്ചറിനെ നമുക്ക് ജിംബ്, ഇപ്പോൾ ഞാൻ ഈ XCF ഫോർമാറ്റിലുള്ള ഈ ഒരു ഇമേജിന് നമുക്ക് ജിംബ് ഉള്ള സ്ഥലത്ത് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനെ നമ്മൾ ഫോർമാറ്റ് JPG ആക്കിയിട്ടുണ്ടെങ്കിൽ ഏത് കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും അതിനെ ഓപ്പൺ ആക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യാൻ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ കാണാം. എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ PNG എന്ന് പറഞ്ഞ് ഡീഫോൾട്ടായിട്ടാണ് കിടക്കുന്നത് പേര്. ഫയൽ എക്സ്റ്റൻഷൻ PRV.png പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. അത് മാറ്റിയിട്ട് അതൊരു ഫോർമാറ്റാണ്. അത് പക്ഷേ PSCയുടെ വെബ്സൈറ്റിൽ അത് പറ്റില്ല. അതുകൊണ്ട് നമ്മളത് മാറ്റി അതിന് എഡിറ്റ് ചെയ്ത് ഡോട്ട് വരെയുള്ളത് എഡിറ്റ് ചെയ്യും. ഡോട്ട് കളയാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള JPG എന്ന് പറയുന്ന ഫോർമാറ്റ്, അത് ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്, കുഴപ്പമില്ല. സേവ് ചെയ്ത് നോക്കാം. അപ്പോൾ PRV.jpg നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇനി വേണ്ടി എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. 95 ആണ് കിടക്കുന്നത്. അത് സൈസാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 30 KB താഴെയാണ് സൈസ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ നമുക്കതിനെ 30 KBയിലോട്ട് ചുരുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ ഷോ പ്രിവ്യൂ ഇൻ ഇമേജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 28.8 KB ആണ് കിടക്കുന്നത്. അത് കുഴപ്പമില്ല, നമുക്കത് ആക്സെപ്റ്റബിൾ ആണ്. അതിന് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം. അതിനൊന്ന് കുറച്ചും കൂടി കൂട്ടി 23, 26, 29.4 മതി. 30 താഴെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി അത്രയും കിട്ടും നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതെല്ലാം ക്ലോസ് ചെയ്യാം. നമ്മൾ നിർമ്മിച്ച അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ ഫോട്ടോ ഇവിടെ റെഡിയാണ്. നമുക്കത് തുറന്ന് നോക്കാം. ഇതാണത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ ഫോട്ടോ.